ഇപ്പോൾ അവിടെ ജീവൻ നഷ്ടപ്പെട്ട ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്നും സൈഫുന്നിസ അലിയാർ ചേരുന്നു. സൈഫുന്നിസ, ആ വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ അമ്മയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ഏക ആശ്രയമാണ് നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകുന്നത് നമുക്ക്? ലക്ഷ്മി പത്മ, ഇവിടെയുള്ളത് ഇപ്പോൾ ഈ മരിച്ച ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മി മാത്രമാണ്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ അമ്മ മാത്രമാണ് ഈ മരണവിവരം അറിഞ്ഞപ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നത്. കൊല്ലത്തുള്ള ഒരു ബന്ധുവാണ് ഇവരെ മരണവിവരം അറിയിച്ചത് എന്നാണ് സമീപവാസികൾ പറയുന്നത്. ഈ പ്രദേശവാസികൾ മാത്രമാണ് ഈ പരിസരത്ത് ഇപ്പോൾ ഉള്ളത്. ഇവരുടെ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ. ഈ ബിന്ദുവിന് 2 മക്കളാണുള്ളത്, നവമിയും നവനീതും. ഈ 2 കുട്ടികളെ വളർത്തി പഠിപ്പിക്കുവാനായി ഏറെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അനുഭവിച്ചൊരു സ്ത്രീ കൂടിയാണ് ബിന്ദു. ഒരുപാട് ജോലികൾ ചെയ്തു. അമ്മ ഈ ബിന്ദുവിന്റെ ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. വിദേശത്തേക്ക് ജോലി തേടി പോകണം എന്ന ആഗ്രഹം ബിന്ദു പറഞ്ഞപ്പോൾ പോലും അമ്മയ്ക്ക് മകളെ പിരിയാനാകില്ല എന്ന് പറഞ്ഞാണ് ഈ അമ്മ ബിന്ദുവിനെ ചേർത്ത് പിടിച്ച് നിർത്തിയിരുന്നത്. ബിന്ദു ആയിരുന്നു ഈ അമ്മയുടെ ഏക പ്രതീക്ഷ. കാരണം ഈ ഭർത്താവിന് ചില അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് ബിന്ദു തന്നെയായിരുന്നു കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത്. മക്കൾ 20 വയസ്സോളം എത്തിയ മക്കളാണ്. ഒരാൾ 21 വയസ്സും ഒരാൾ 23 വയസ്സും എത്തിയ മക്കളാണ്. അവർ ജോലി നേടി ഇനി കുടുംബത്തിന് ഒരാശ്രയമാകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചുമകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ ബിന്ദുവിന്റെ ഒപ്പം ഈ മകൾ നവമി പോയത്. സീതാലക്ഷ്മി പറയുന്നത് കൊച്ചുമകൾ അസുഖം ഭേദമായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച ആ സ്ഥലത്താണ് ഇപ്പോൾ സ്വന്തം മകളുടെ ജീവൻ നഷ്ടമായി എന്ന ഒരു വിവരം ഈ അമ്മയ്ക്ക് കേൾക്കേണ്ടി വരുന്നത്. അത്രത്തോളം ദുഃഖകരമായ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ചേച്ചി, ഈ ബിന്ദു എപ്പോഴാണ് അവിടുന്ന് പോയി? ബിന്ദു ചൊവ്വാഴ്ച ഒരു 10 മണിയൊക്കെ ആയി. 10 മണിയായി പോയപ്പോ ഞാൻ കണ്ടതാ പോണത്. എന്താ പറഞ്ഞ പോകുന്നേരത്ത്? അവര് ഇവിടെ പോവുമല്ലേ, മെഡിക്കൽ കോളേജിൽ പോവുമല്ലേ, കൊച്ചിനെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. ഇങ്ങനെ കുഞ്ഞിന് വയ്യാന്നുള്ളത് അറിയായിരുന്നു? അറിയാം. പിന്നെ അത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാ പോയത്. ഓപ്പറേഷൻ ചെയ്യാൻ ഡേറ്റ് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പോയതായിരുന്നു. പ്രായമായ അമ്മ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്? ആ, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നലെ കൊച്ചുമോൻ വന്നായിരുന്നു. അപ്പം വന്നിട്ട് ഇന്ന് വെളുപ്പിനെ അവൻ മെഡിക്കൽ കോളേജിന് പോയായിരുന്നു. ഇപ്പോൾ അമ്മ എപ്പോഴാണ് അറിഞ്ഞത് വിവരം? അമ്മ കുറച്ചു നേരം ഞങ്ങൾ വന്നേ പിന്നെയൊക്കെയാണ് അറിഞ്ഞത്. ഇന്ന് എപ്പോൾ വരുമെന്നായിരുന്നു പറഞ്ഞവര്? മെഡിക്കൽ കോളേജിൽ നിന്ന് എന്ന് തിരിച്ചു വരുമെന്നാ പറഞ്ഞു? അതൊന്നും പറഞ്ഞില്ലായിരുന്നു. 2 ആഴ്ച വേണമെന്നാണ് അമ്മ പറഞ്ഞത്. അമ്മ നമ്മുടെ അടുത്ത് രാവിലെ വന്നപ്പോൾ അങ്ങനെയാ പറഞ്ഞത്. വാർത്ത കണ്ടാണോ നിങ്ങളും തിരിച്ചറിഞ്ഞത്? അതെ അതെ, ഞങ്ങൾ വാർത്ത കണ്ടറിഞ്ഞത്. എങ്ങനെ മനസ്സിലായി ഇത് ബിന്ദുവാണെന്ന്? ചെറുപ്പം മുതലേ അറിയാവുന്നവരായിരിക്കും അല്ലേ? പിന്നെ ഞങ്ങളിവിടെ ഏറെ വേദനയോടെയാണ് ഈ നാട്ടുകാർ മുഴുവൻ ബിന്ദുവിനെ ഓർത്തെടുക്കുന്നത്. കാരണം ബിന്ദു അത്രത്തോളം ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ പ്രദേശവാസികൾ എല്ലാവരും തന്നെ പറയുന്നതാണ്. കാരണം ഈ 2 മക്കളുടെ വിദ്യാഭ്യാസം മുഴുവൻ ബിന്ദുവിന്റെ ചുമതലയിലായിരുന്നു. പ്രായമായ അമ്മയുടെ ജീവിതമെല്ലാം തന്നെ ബിന്ദു ആയിരുന്നു നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ദുഃഖത്തോടെയാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ ബിന്ദുവിന്റെ വേർപാടിനെ ഓർത്തെടുക്കുന്നത്. ബിന്ദുവിന്റെ ചേച്ചിയുടെ ഒരു മകൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ വിവരം അറിയിക്കുന്നതേ ഉള്ളൂ. ഫോണിൽ കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം കൂടി വന്ന ശേഷം ഈ ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ച ശേഷം നാളെ വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ആലോചന ഇട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ചേട്ടാ, എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ? അത് അവർക്കറിയാവുള്ളൂ. ഒന്നും ഈ മകനെ വിളിച്ചിട്ട് കിട്ടിയോ? കിട്ടിയിട്ടില്ല, ഇതുവരായിട്ട് കിട്ടിയിട്ടില്ല. നാളെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ അധികൃതരുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായതല്ലേ ഇത്? ഞങ്ങൾക്കറിയില്ല അതൊന്നും. അതാണ് ഈ ഒന്നും പറയാൻ പറ്റിയൊരു അവസ്ഥയിലുമല്ല അവർ എന്നുള്ളതാണ്. എന്തായാലും ഈ കുടുംബത്തെ സംബന്ധിച്ചുള്ള നമുക്ക് ഈ വീടിന്റെ ഒരു മൊത്തം പുറത്തുനിന്ന് കണ്ടാൽ അറിയാം. എത്രയോ ചെറിയൊരു വീടാണ്. ആ ഒരു വീട്ടിലാണ് ബിന്ദുവും ഈ 2 മക്കളും അമ്മയും ഭർത്താവും താമസിച്ചിരുന്നത്. ഈ 5 പേർ താമസിച്ചിരുന്ന ഒരു കുഞ്ഞു വീടാണ് ഈ വീട്. ഈ വീടിന്റെ ആശ്രയമായിരുന്നു ബിന്ദു. ബിന്ദുവിടെ അടുത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ തുണിക്കടയിൽ നിന്ന് അവധി എടുത്തിട്ടാണ് ബിന്ദു മകളുടെ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. മകൾ സുഖം പ്രാപിച്ച് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെയാണ് ബിന്ദു ഭർത്താവിനെയും കൂട്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കഴിഞ്ഞ ദിവസം
പോയത്. ബിന്ദുവിന് എന്തായാലും ആ പ്രദേശത്തെ പറ്റി വലിയ അറിവുണ്ടായിരിക്കുന്ന ഒരാളൊന്നും ആയിരിക്കില്ല. എന്തായാലും എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിൽ ആ ശുചിമുറി ബിന്ദുവും ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അതിനപ്പുറത്തേക്ക് അവിടെ സ്ഥിരമായി പോകുന്ന ഒരാളോ ആ സ്ഥലത്തെ പറ്റി വലിയ പരിചയമുള്ള ആളൊന്നുമല്ല. എന്തായാലും വലിയൊരു വീഴ്ച അധികൃതരുടെ ഭാഗത്തുണ്ടായപ്പോൾ അതിൽ വലിയ നഷ്ടം സംഭവിച്ചത് ഈ വീട്ടിലുള്ള ഈ സീതാലക്ഷ്മി എന്ന 80 വയസ്സിനേറെ പ്രായമുള്ള ഈ അമ്മയ്ക്കും ആ 2 മക്കൾക്കും ഭർത്താവിനും തന്നെയാണ്. ലക്ഷ്മി പത്മ.